ബി.ജെ.പി. കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാകുടുംബയോഗവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോട് അനുബന്ധിച്ചാണ് സമ്മേളനം നടന്നത്. ബി.ജെ.പി. കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാകുടുംബയോഗവും പൊതുസമ്മേളനവും നടത്തിയത്. എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ലയൺ ക്ലബ്ബിൽ സംഘടിപ്പിച്ച യോഗം ബി.ജെ.പി. സംസ്ഥാന കൗൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി ആലപ്പുഴ മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്നതാണ്, പ്രതീക്ഷയ്ക്ക് വകയുള്ളതാണ്. നമുക്ക് പലപ്പോഴും കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന തീരദേശ മേഖലയിൽ ഇന്ന് നമ്മുടെ പ്രദേശത്ത് ലഭിക്കുന്നതിനൊക്കെ അപ്പുറം വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഹരിപ്പാട് കുമാരപുരം എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും നമ്മുടെ പോസ്റ്റർ പതിക്കാൻ പോലും CPM-ന്റെ ഒരു വിഭാഗം, അതായത് ഗുണ്ടായുസം കാണിക്കുന്ന നേതാക്കളടക്കം അനുവദിക്കാതിരുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച സ്വീകരണങ്ങൾ, അവിടെ നമ്മുടെ പാർട്ടിയുടെ അനുഭാവികളല്ലാതെ നമ്മുടെ ആളുകൾ പ്രതീക്ഷിച്ചതല്ലാതെ വന്നുകൂടിയ ആളുകളെ കൊണ്ട് ആ പ്രദേശം നിറഞ്ഞു എന്ന് മാത്രമല്ല, ആ പ്രദേശത്തൂടെയുള്ള വാഹന ഗതാഗതം വരെ തടയുന്ന തരത്തിലുള്ള വാഹന ഗതാഗതം നിശ്ചലമാകുന്ന തരത്തിലുള്ള ജനപങ്കാളിത്തം കൊണ്ട് നമ്മുടെ ഇരു മുന്നണികളെയും അതിശയിപ്പിച്ചുകൊണ്ട് ഇന്ന് ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ദേശീയപാതയുടെ സർവേ നടക്കുന്ന കാലഘട്ടത്തിൽ നിലവിലെ MP-യും MLA-യും മൗനം പാലിച്ച് ജനങ്ങളെ വഞ്ചിച്ചു. ഇടതും വലതും വികസന കാര്യത്തിൽ പിന്നിലോട്ടാണെന്നും എന്നാൽ അഴിമതിയിലും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളുടെയും പിതൃത്വം ഏറ്റെടുക്കുന്ന പണി മാത്രമാണ് ഇരുമുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ബിബിൻ രാജ് അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സഞ്ജു ചാരുമൂട്, മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ്, തൊഴിലുറപ്പ് സെല്ലിന്റെ ജില്ലാ കൺവീനർ അനിൽ വള്ളികുന്നം, മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് ദേവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.